أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فتعالى الله الملك الحق ولا تعجل بالقرآن من قبل أن يقضى إليك وحيه وقل رب زدني علما. സത്യവിശ്വാസികളെ, അല്ലാഹുവിൻ്റെയും അവരുടെ പ്രവാചകന്റെയും വിലക്കുകളും നിയമ നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ രഹസ്യ പരസ്യ മേഖലകളിൽ കഴിവിട്ട പരമാവധി സൂക്ഷിച്ചുകൊണ്ട് യഥാർത്ഥ മുത്തഖീങ്ങളായി ജീവിച്ചു മരിക്കാൻ അങ്ങേയറ്റം പരിശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ് സർവശക്തൻ തൗഫീഖ് ചെയ്യുവാണ്. സഹോദരങ്ങളെ, ആമുഖമായി ഓതിവെച്ച വചനം വിശുദ്ധ ഖുർആൻ 20-ാം അധ്യായം സൂറത്തു ത്വാഹ 114-ാമത്തെ ആയത്താണ്. ഫതആല അല്ലാഹുൽ മലിക്കുൽ ഹഖ്. യഥാർത്ഥ രാജാവായ അല്ലാഹു അത്യുന്നതനായിരിക്കുന്നു. വലാ തഅജൽ ബിൽ ഖുർആനി മിൻ ഖബ്ലി അൻ യുഖ്ദാ ഇലൈക വഹ്യു. ഖുർആൻ അത് പൂർണ്ണമായി ബോധനം നൽകപ്പെടുന്നതിന് മുമ്പായി അത് പാരായണം ചെയ്യാൻ വേണ്ടി നീ ധൃതി കാണിക്കരുത്. വഖുർ റബ്ബി സിദ്നി ഇൽമാ. നീ പറയുക, പ്രാർത്ഥിക്കുക, എൻ്റെ രക്ഷിതാവേ, എനിക്ക് നീ ഇൽമിനെ വർദ്ധിപ്പിച്ചു തരണമേ. ഇതാണ് ഓതിവെച്ച ആയത്തിന്റെ മാന. സാക്ഷാൽ രാജാവായ അല്ലാഹു അവൻ അത്യുന്നതനാണ്. പ്രവാചകരെ, ഈ വിശുദ്ധ ഖുർആൻ താങ്കൾക്ക് വഹയ്യായി നൽകപ്പെടുമ്പോൾ അത് പൂർണ്ണമായി നൽകപ്പെടുന്നതിന് മുമ്പായി മനഃപ്പാഠമാക്കാനായി പാരായണം ചെയ്യാനായി അങ്ങ് ധൃതി കൂട്ടേണ്ടതില്ല. അഥവാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വഹയ്യുമായി കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമീപിക്കുമ്പോൾ തനിക്ക് വഹയ്യായി നൽകപ്പെടുന്നത് വളരെ വേഗത്തിൽ മനഃപ്പാഠമാക്കാൻ പ്രവാചകൻ ധൃതി കൂട്ടുമായിരുന്നു. ഞാൻ മറന്നുപോയാലോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രവാചകന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ തന്നെ, അഥവാ ജിബ്രീൽ അലൈഹിസ്സലാം സദസ്സ് വിട്ട് പോകുന്നതിന് മുമ്പായി മനഃപ്പാഠമാക്കാനായി പ്രവാചകൻ തിരക്ക് കൂട്ടുമായിരുന്നു. അങ്ങനെ പ്രവാചകരെ താങ്കൾ അതിനായി തിരക്ക് കൂട്ടേണ്ടതില്ല, ധൃതിപ്പെടേണ്ടതില്ല. വിശുദ്ധ ഖുർആൻ അതിനെ സംബന്ധിച്ച് മറ്റൊരു സ്ഥലത്ത് 75-ാം അധ്യായമായ സൂറത്തുൽ ഖിയാമയുടെ 16 മുതൽ 19 വരെയുള്ള ആയത്തുകളിൽ ഈ ഭാഗത്തെ കുറിച്ച് പറയുന്നത്, ലാ തുഹർരിക് ബിഹി ലിസാനക ലിതഅജല. പ്രവാചകരെ, അങ്ങ് ധൃതിപ്പെട്ടുകൊണ്ട് അഥവാ വഹയ്യായി നൽകപ്പെടുന്ന ഖുർആൻ മനഃപ്പാഠമാക്കാനായി തിരക്ക് കൂട്ടിക്കൊണ്ട് അങ്ങയുടെ നാവിനെ അങ്ങ് ചലിപ്പിക്കേണ്ടതില്ല. ഇന്ന അലൈനാ ജമഅഹു വഖുർആന. തീർച്ചയായും അല്ലാഹു പറയുകയാണ്, നമ്മുടെ മേലാണ് വിശുദ്ധ ഖുർആനിന്റെ സമാഹരണവും അതിന്റെ ഓതിത്തരലെല്ലാം ബാധ്യത നമ്മുടെ മേലാണ്. ഫൈദാ ഖറഅനാഹു ഫത്തബി ഖുർആന.
ഞാൻ ഓതി വെച്ച ആയത്തിലും പറഞ്ഞത് അത് തന്നെയാണ്. ഖുർആൻ വഹ്യായി ഇറക്കപ്പെടുമ്പോൾ ആ ഇറങ്ങിയ ഉടൻ തന്നെ ആ ഭാഗങ്ങൾ ധൃതിപ്പെട്ടുകൊണ്ട് മനഃപ്പാഠമാക്കാനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധൃതി കാണിക്കുകയാണ്. അങ്ങനത്തെ ഒരു ധൃതി വേണ്ട. ഇവിടെ നാം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരാളിൽ നിന്ന് നാം ഇൽമ പഠിക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ വിദ്യാർത്ഥികൾ എല്ലാവരും മനസ്സിലാക്കണം. കാരണം സ്കൂൾ തുറക്കാൻ 1-2 ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, മതസ്ഥാപനങ്ങൾ അടക്കം പ്രവേശനോത്സവം നടത്താനുള്ള, പുതിയ അധ്യയന വർഷത്തിലേക്ക് കടന്നു വരുന്ന കുട്ടികളെ സ്വീകരിക്കാനുള്ള എല്ലാവിധ സംവിധാനങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എല്ലാ ഒരുക്കങ്ങളും നടക്കുകയാണ്. നമ്മുടെ മക്കൾക്ക് പഠിക്കാനുള്ള പുസ്തകങ്ങളും സ്കൂളിൽ പോകാനുള്ള മറ്റ് സൗകര്യങ്ങളും എല്ലാം ഏറെക്കുറെ നമ്മളെല്ലാവരും ഒരുക്കി കഴിഞ്ഞിരിക്കുകയുമാണ്. 10ാം ക്ലാസ് കഴിഞ്ഞ് +1 അല്ലെങ്കിൽ +2 കഴിഞ്ഞ് ഡിഗ്രിയിലേക്ക് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി ഏത് കോഴ്സിനാണോ അവർക്ക് ചേരേണ്ടത് അതിനുള്ള അഡ്മിഷൻ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള നെട്ടോട്ടത്തിലാണ് മാതാപിതാക്കളെങ്കിലും. ഇവിടെ ഏതൊരു വിദ്യാർത്ഥിയും ഒരു അധ്യാപകന്റെ മുന്നിൽ പഠിക്കാനായി ഇരിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ശിഷ്യനായി തന്റെ ഗുരുവായ അധ്യാപകനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുന്നിൽ ഇരിക്കുമ്പോൾ ധൃതി കൂട്ടിയപ്പോൾ അള്ളാഹു സമാധാനിപ്പിക്കുകയാണ്, പ്രവാചകരെ താങ്കൾ ധൃതി കൂട്ടേണ്ടതില്ല. ഏതൊരാളും ഇൽമ പഠിക്കാനായി ഒരാളുടെ മുന്നിൽ ഇരിക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് ആ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധാപൂർവം അത് കേൾക്കുക എന്നുള്ളതാണ്. അങ്ങനെ കേട്ട് കഴിഞ്ഞാൽ സാവധാനത്തിൽ മനസ്സിരുത്തി ഹൃദിസ്ഥമാക്കി അത് പഠിക്കാൻ തയ്യാറാവുക. മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇൽമ്, അറിവ് അതൊരിക്കലും മനുഷ്യന് തികയുന്ന ഒരു കാര്യമല്ല. അറിവ് ലഭിക്കുന്തോറും കൂടുതൽ കൂടുതൽ അറിവുകൾ നേടാനുള്ള ജിജ്ഞാസ സ്വാഭാവികമായി ഇൽമിനെ സ്നേഹിക്കുന്ന മനുഷ്യരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതാണ്. അതോടൊപ്പം തന്നെ ഇൽമ് കിട്ടാനായി പെട്ടെന്ന് മനഃപ്പാഠമാക്കുന്നതിന് വേണ്ടി, നമ്മുടെ മെമ്മറി പവർ വർദ്ധിക്കുന്നതിന് വേണ്ടി, ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും ഉണ്ടാകുന്നതിന് വേണ്ടി, പഠിക്കുന്ന കാര്യങ്ങൾ ഉപകാരപ്രദമാകുന്നതിന് വേണ്ടി, മനഃപ്പാഠമാക്കാനുള്ള കഴിവിന് വേണ്ടി, ആ പഠന വിഷയത്തിൽ പ്രത്യേകം ഫോക്കസ് ചെയ്യാൻ, കോൺസെൻട്രേഷൻ ചെയ്ത് പഠിക്കാൻ, ഏകാഗ്രത കിട്ടാനൊക്കെയായി നാം നമ്മുടെ റബ്ബിനോട് പ്രാർത്ഥിക്കുക കൂടി ചെയ്യേണ്ടതുണ്ട്. ഇവിടെ ആയത്തിന്റെ അവസാന ഭാഗത്ത് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറയുകയാണ്, വഖുൽ, പ്രവാചകരെ അങ്ങ് പറയണം, അങ്ങ് പ്രാർത്ഥിക്കണം, റബ്ബി, എന്റെ റബ്ബേ, എന്റെ രക്ഷിതാവേ, സിദ്നി ഇൽമാ, എനിക്ക് നീ ഇൽമിനെ വർദ്ധിപ്പിച്ചു തരണമേ, എനിക്ക് നീ ഇൽമിനെ പ്രദാനം ചെയ്യണേ എന്ന് പ്രാർത്ഥിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വിശുദ്ധ ഖുർആനിന്റെ ആഹ്വാനമാണെങ്കിൽ, നമ്മളെല്ലാവരും ജീവിതത്തിൽ നമ്മുടെ ദുനിയവിയായ ഉഖ്റവിയായ നൂറുകണക്കിന് കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ റബ്ബിനോട് നാം ദുആ ഇറക്കുമ്പോൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും റബ്ബേ, എനിക്ക് നീ അറിവ് തരണേ, വിജ്ഞാനം നൽകണേ, ഇൽമിനെ വർദ്ധിപ്പിച്ചു തരണേ, എന്റെ മക്കൾക്ക് നീ ഇൽമ നൽകണേ എന്ന് പ്രാർത്ഥിക്കാൻ നമ്മളിൽ എത്ര മാതാപിതാക്കൾക്കാണ്, എത്ര മക്കൾക്കാണ് സാധിച്ചിട്ടുള്ളത്? 100,000 വിഷയങ്ങൾ ഡെയിലി പ്രാർത്ഥിക്കുന്നവരായിരിക്കാം, അള്ളാഹുവിനോട് ചോദിക്കുന്നവരായിരിക്കാം. ഇന്ന് വരെ എന്റെ റബ്ബേ, എനിക്ക് നീ ഇൽമ നൽകണേ, അറിവിനെ വർദ്ധിപ്പിച്ചു തരണമേ, അറിവ് നേടാനുള്ള മാർഗം തുറന്നു തരണേ, അറിവിനെ നീ വർദ്ധിപ്പിച്ചു തരികയും അത് എന്റെ ഓർമ്മശക്തിയിൽ നിലനിർത്തി തരികയും ആ ഇൽമ എനിക്കും എന്റെ സമൂഹത്തിലും ഉപകാരപ്രദമാകുന്ന രൂപത്തിൽ മാറ്റി തീർക്കുകയും ചെയ്യണമേ എന്ന് ആത്മാർത്ഥ
നമുക്കെല്ലാവർക്കും അറിയാം. മദ്രസയിൽ പോയവരാകട്ടെ പോകാത്തവരാകട്ടെ എല്ലാവർക്കും അറിയാം വിശുദ്ധ ഖുർആനിന്റെ അവതരണം എങ്ങനെയായിരുന്നു. വിശുദ്ധ ഖുർആനിൽ ആദ്യമായി അവതരിച്ച ആയത്തേതായിരുന്നു? 96-ാം അധ്യായമായ സൂറത്തുൽ അലഖിന്റെ 1 മുതൽ 5 വരെയുള്ള ആയത്തുകളാണ് ആദ്യമായി വിശുദ്ധ ഖുർആനിൽ നിന്ന് വഹിയായി കൊണ്ട് ഹിറാ ഗുഹയിൽ വെച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ അവതരിപ്പിക്കപ്പെട്ടത്. ആദ്യമായി ഇറങ്ങിയ 5 ആയത്തുകളിൽ ഒന്നാമത്തെ ആയത്ത്, ആ ഒന്നാമത്തെ ആയത്തിലെ ഒന്നാമത്തെ വേട് ഏതാണ് ആ വാക്ക് എന്ന് ചോദിച്ചാൽ വിശുദ്ധ ഖുർആനിന്റെ അവതരണം അങ്ങനെയായിരുന്നു. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ നീ വായിക്കുക. ആദ്യം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇഖ്റ എന്ന് പറയുകയാണ്, നീ വായിക്കണം. പ്രവാചകൻ പറഞ്ഞു എനിക്കറിയില്ല. നോക്ക് നിങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെ അവതരണം തന്നെ വായിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ്. വായനയിലൂടെ ധാരാളം അറിവുകൾ സമ്പാദിക്കാൻ സാധിക്കും. വിശാലമായ പരന്ന വായനയുള്ള ആളുകൾക്ക് നല്ല ഓർമ്മശക്തി ഉണ്ടാകും, നല്ല മെമ്മറി പവറായിരിക്കും. എന്തെങ്കിലും ഒരു കാര്യം അവരത് കേട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അവരുടെ മെമ്മറിയിൽ അത് ഫീഡ് ചെയ്യാൻ അവർക്ക് സാധിക്കും. ഏതെങ്കിലും ഗ്രന്ഥങ്ങൾ അവർ വായിച്ചു കഴിഞ്ഞാൽ വായനാശീലമുള്ള ആളുകളാണെങ്കിൽ വർഷങ്ങൾക്കപ്പുറം ആ വായിച്ചു പോയ വിഷയത്തെ കുറിച്ച് ആരെങ്കിലും പറയുകയോ എവിടെയെങ്കിലും നിന്ന് കേൾക്കുകയോ ചെയ്താൽ അവരുടെ ആ ഓർമ്മശക്തിയിലേക്ക് വർഷങ്ങൾക്ക് മുമ്പ് വായിച്ച ആ വരികൾ കടന്നു വരും. ഇതാണ് വായനയിലൂടെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്ന ഗുണങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കണം. വിശുദ്ധ ഖുർആനിന്റെ അവതരണം തന്നെ വായിക്കണമെന്ന് പറഞ്ഞിട്ടായിരുന്നുവെങ്കിൽ നമ്മിൽ വായനാശീലമുള്ള എത്ര ആളുകളുണ്ട് സഹോദരങ്ങളെ. ഇനി മാത്രമല്ല, ഒരാൾ അവർ അന്വേഷിച്ചാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഖറജ ഫീ ത്വലബിൽ ഇൽമി കാന ഫീ സബീലില്ലാഹി ഹത്താ യർജിഅ. ഒരാൾ ഇൽമ അന്വേഷിച്ചുകൊണ്ട് പുറപ്പെട്ടു. വിജ്ഞാനം കരസ്ഥമാക്കാൻ വേണ്ടി ഒരാൾ പള്ളിയിലേക്ക് വരികയാണ്, അതല്ലെങ്കിൽ ഖുർആൻ ക്ലാസ്സിലേക്ക് വരികയാണ്, അതല്ലെങ്കിൽ മദ്രസയിലേക്ക് വരികയാണ്, അതല്ലെങ്കിൽ സ്കൂളിലേക്ക് പോവുകയാണ്, അതല്ലെങ്കിൽ ഇൽമ നേടാനായി ഏതെങ്കിലും ഹോസ്റ്റലിൽ താമസിച്ചുകൊണ്ട് പഠനം നടത്തുകയാണ്. പ്രവാചകൻ പറയുകയാണ്, അവന് ഇൽമ അന്വേഷിച്ചുകൊണ്ട് പുറപ്പെട്ടു കഴിഞ്ഞാൽ കാന ഫീ സബീലില്ലാഹി ഹത്താ യർജിഅ, അവിടെ നിന്ന് മടങ്ങി വരുന്നതുവരെ അവൻ എവിടെയാണ്? ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിലാണ്. നമ്മുടെ മക്കൾ മദ്രസയിലേക്ക് പോകുമ്പോൾ, സ്കൂളിലേക്ക് പോകുമ്പോൾ, കോളേജിലേക്ക് പോകുമ്പോൾ അവർ പുറപ്പെട്ട മാർഗ്ഗം ഏതാണ്? ഫീ സബീലില്ലാഹ്, അവർ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിലേക്ക് ഇറങ്ങി പുറപ്പെട്ടവരാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. മറ്റൊരു ഹദീസിൽ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമ, ഒരാൾ ഇൽമ അന്വേഷിച്ചുകൊണ്ട് ഒരു വഴിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ സഹറല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, സ്വർഗ്ഗത്തിലേക്കുള്ള വഴി അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ എളുപ്പമാക്കി കൊടുക്കുന്നതാണ്. മദ്രസയിലേക്കുള്ള നടത്തം, സ്കൂളിലേക്കുള്ള യാത്ര, ഖുർആൻ ക്ലാസ്സിലേക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെടൽ, അവൻ യാത്ര ചെയ്യുന്നത് സ്വർഗ്ഗത്തിലേക്കുള്ള ഷോർട്ട് കട്ടിലൂടെയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഇങ്ങനെയൊക്കെ നാം നേടിയെടുക്കുന്ന ഇൽമുകൾ അത് നമ്മുടേതായ സ്വന്തം ആവശ്യത്തിന് വേണ്ടി മാത്രം വിനിയോഗിക്കേണ്ടതല്ല. ഇൽമ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തമായ സമ്പാദ്യമായി നാം അതിനെ ചുരുക്കി കളയാൻ പാടില്ല, അഥവാ പിശുക്ക് കാണിക്കാൻ പാടില്ല, അഥവാ ഇൽമിനെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാതിരിക്കരുത്. നാം മനസ്സിലാക്കിയ ഒരു അറിവ്, നമുക്കറിയാവുന്ന കാര്യത്തെ കുറിച്ച് ഒരാൾ നമ്മോട് ചോദിച്ചാൽ, നമുക്കറിയാവുന്ന വിഷയമാണെങ്കിൽ ആ വിഷയത്തിലുള്ള അറിവ് ചോദ്യകർത്താവിന് നാം പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് പ്രവാചകന്റെ സ്വഹാബത്തിനെ ദീൻ പഠിപ്പിക്കാനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിലേക്ക് മനുഷ്യരൂപത്തിൽ കടന്നു വന്ന ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രവാചകനും സ്വഹാബത്തും എല്ലാവരും ഒന്നിച്ചിരിക്കുന്ന
അറിയില്ല, അഥവാ അദ്ദേഹം ഈ നാട്ടുകാരനല്ല, ഞങ്ങൾക്ക് പരിചയമില്ല, അപരിചിതനാണ്, വേറെ എവിടെന്നോ വന്ന മനുഷ്യനാണ്. പക്ഷേ ഒരു സഫർ ചെയ്ത, യാത്ര ചെയ്ത ഒരു അത്തറും അടയാളവും ആ മനുഷ്യനിൽ കാണുന്നുമില്ല. ആ മനുഷ്യൻ വന്നു, പ്രവാചകന്റെ സദസ്സിലിരുന്നു, പ്രവാചകനോട് സലാം ചൊല്ലി, തന്റെ കാൽമുട്ടുകൾ പ്രവാചകന്റെ കാൽമുട്ടിനോട് ചേർത്ത് വെച്ചു, തന്റെ കൈകൾ പ്രവാചകന്റെ തുടമേൽ വെച്ചു. എന്നിട്ട് ആ മനുഷ്യൻ വിളിച്ചു പറഞ്ഞു, യാ മുഹമ്മദ് അഖ്ബിർനി അനിൽ ഇസ്ലാം, ഇസ്ലാമിനെ കുറിച്ച് എനിക്ക് പറഞ്ഞു തരിക. فقال رسول الله صلى الله عليه وسلم الاسلام ان تشهد ان لا اله الا الله وان محمدا رسول الله وتقيم الصلاه وتؤتي الزكاه وتصوم رمضان وتحج البيت ان استطعت اليه سبيلا. ഇസ്ലാം കാര്യങ്ങൾ അഞ്ചും പറഞ്ഞു കൊടുത്തു. അടുത്ത ചോദ്യം, അഖ്ബിർനി അനിൽ ഈമാൻ അൻ തുഅ്മിന ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറുസുലിഹി വൽയൗമിൽ ആഖിരി വതുഅ്മിന ബിൽ ഖദരി ഖൈരിഹി വശർരിഹി. ഈമാൻ കാര്യങ്ങൾ ആറും പറഞ്ഞു കൊടുത്തു. അടുത്ത ചോദ്യം, അഖ്ബിർനി അനിൽ ഇഹ്സാൻ, ഇഹ്സാൻ എന്താണെന്ന് എനിക്ക് പറഞ്ഞു തരിക. അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. നീ അല്ലാഹുവിനെ ആരാധിക്കലാണ്, നീ അവനെ കാണുന്നില്ലെങ്കിലും അല്ലാഹു നിന്നെ കാണുന്നു എന്ന ബോധത്തോടെ അവനെ ഇബാദത്ത് ചെയ്യലാണ് ഇഹ്സാൻ എന്ന് പറഞ്ഞു കൊടുത്തു. അടുത്ത ചോദ്യം, അഖ്ബിർനി അനിസ്സാഅ, എപ്പോഴാണ് ലോകാവസാനം? പ്രവാചകന്റെ മറുപടി, മൽ മസ്ഊലു അൻഹാ ബിഅഅലമ മിനസ് സാഇൽ. ഈ വിഷയത്തിൽ ചോദ്യാർത്ഥിയായ നിങ്ങളും ചോദിക്കപ്പെട്ട ഞാനും സാഹിലും മസ്ഊലുമായ നമ്മൾ ഒരുപോലെയാണ്. നിങ്ങൾക്കറിയാവുന്നതേ എനിക്കും അറിയുകയുള്ളൂ. അപ്പൊ ചോദിച്ചു, അഖ്ബിർനി അൻ അമാറാത്തിക, അതിന്റെ അമാറാത്തുകൾ, അലാമാത്തുകൾ, അടയാളങ്ങൾ എന്തൊക്കെയാണ്? പ്രവാചകൻ ചില അടയാളങ്ങൾ പറഞ്ഞു കൊടുത്തു. അൻ തലിദൽ അമതു റബ്ബതഹ വഅൻ തറൽ ഹുഫാതൽ ഉറാതൽ ആലക റിആ അശ്ശാതി യതതാവലൂന ഫിൽ ബുനിയാൻ. ചില അടയാളങ്ങൾ പറഞ്ഞു കൊടുത്തു. സദസ്സ് വിട്ടുപോയി. സ്വഹാബത്തിനോട് ചോദിച്ചു, ആരാണത്? അവർ പറഞ്ഞു, അല്ലാഹു റസൂലുഹു അലം. പ്രവാചകൻ പറഞ്ഞു, ഫഇന്നഹു ജിബ്രീൽ ആതാകും യുഅല്ലിമുകും ദീനകും, അതാണ് ജിബ്രീൽ നിങ്ങളെ ദീൻ പഠിപ്പിക്കാൻ വന്നതാണ്. ഒരാൾ ചോദിച്ചാൽ അറിയാമെങ്കിൽ ആ ഇൽമിനെ പറഞ്ഞു കൊടുക്കണം. അതിന് ഞാൻ ഒരു അധ്യാപകനാകേണ്ടതില്ല, അതിന് എനിക്കൊരു സർട്ടിഫിക്കറ്റ് ലഭിക്കേണ്ടതില്ല, ഞാൻ ഏതെങ്കിലും സ്ഥാപനത്തിൽ നിന്ന് ക്വാളിഫൈഡ് ആയി പുറത്തു വരേണ്ടതില്ല. ചോദ്യം എനിക്കറിയാവുന്ന വിഷയമാണോ അത് പറഞ്ഞു കൊടുക്കേണ്ട ബാധ്യതയാണ്. അനബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ സുഇല അൻ ഇൽമിൻ അലിമഹു, ഒരാൾക്ക് അറിയാവുന്ന വിഷയത്തെ പറ്റി ആ മനുഷ്യൻ ചോദിക്കപ്പെട്ടു, സുമ്മ കതമഹു, എന്നിട്ട് അതിന് മറുപടി കൊടുക്കാതെ, ആ ചോദ്യത്തിന് മറുപടി കൊടുക്കാതെ അദ്ദേഹം ആ സത്യത്തെ മറച്ചു വച്ചാൽ, ആൻസർ മറച്ചു വച്ചാൽ, ഉൽജിമ യൗമൽ ഖിയാമത്തി ബിരിജാമിൻ മിൻ നാരിൻ, നാളെ ഖിയാമത്ത് നാളിൽ നരകത്തീ കൊണ്ടുള്ള കടിഞ്ഞാൻ അവന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഏർപ്പെടുത്തുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഇൽമ് നമ്മുടെ രഹസ്യമാക്കി വെക്കേണ്ട ഒന്നല്ല. എനിക്ക് കിട്ടിയത് അത് മറ്റുള്ളവരിലേക്ക്, സമൂഹത്തിലേക്ക്, വരും തലമുറയ്ക്ക് വേണ്ടി നാം പകർന്നു കൊടുക്കേണ്ടതാണ് ഇൽമ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ദല്ല അലാ ഖൈരിൻ ഫലഹു മിസ്ലു അജ്രി ഫാഇലിഹി. ഒരാൾ ഒരു നന്മ മറ്റൊരാൾക്ക് അറിയിച്ചു കൊടുത്താൽ ആ നന്മ പ്രവർത്തിക്കുന്ന മനുഷ്യന് ലഭിക്കുന്ന അതേ പ്രതിഫലം അറിയിച്ചു കൊടുത്ത ആൾക്ക് കൂടി കിട്ടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാനൊരു വിജ്ഞാനം നിങ്ങൾക്ക് പറഞ്ഞു തന്നു, നിങ്ങൾ അത് കേട്ട് അതനുസരിച്ച് പ്രവർത്തിച്ചു. പ്രവർത്തിച്ച നിങ്ങൾക്ക് കിട്ടുന്ന കൂലി ആ പ്രതിഫലത്തിൽ ഒട്ടും കുറയാതെ തന്നെ അത് പറഞ്ഞു തന്ന വ്യക്തി ആരാണോ ആ വ്യക്തിക്ക് കൂടി പ്രതിഫലം കിട്ടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല, മരണശേഷം ഒഴിഞ്ഞു പോകാത്ത പ്രതിഫലങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ അതിൽ ഒന്നായി പ്രവാചകൻ എണ്ണിയത് ഔ ഇൽമിൻ യുൻതഫഉ ബിഹി, ഫലപ്രദമായ വിജ്ഞാനം. ഞാൻ പറഞ്ഞു കൊടുത്ത ഇൽമ് അതൊരാൾ പഠിച്ചു മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിക്കുന്നു,
സല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല വിശുദ്ധ ഖുർആൻ എന്താ പറഞ്ഞത്? സൂറത്ത് യാസീനിൽ ഇന്നാ നഹ്നു നുഹ്യിൽ മൗതാ, തീർച്ചയായും മരണപ്പെട്ടവരെ ജീവിപ്പിക്കുന്നത് നാമാണ്. മാത്രമല്ല വനക്തുബു, നാം രേഖപ്പെടുത്തുകയും ചെയ്യുന്നു മാ ഖദ്ദമു, അവർ മുൻകൂട്ടി ചെയ്തു വെച്ചത്. അത് മാത്രമല്ല അല്ലാഹു രേഖപ്പെടുത്തുക ആധാരവും, അതിന്റെ ആധാരങ്ങൾ, അതിന്റെ അടയാളങ്ങൾ, അതിന്റെ അനന്തര ഫലങ്ങൾ. ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ ചെയ്തത് അല്ലാഹു രേഖപ്പെടുത്തും. മരണശേഷവും നാം ചെയ്ത കാര്യങ്ങൾ ഇവിടെ നിലനിന്നാൽ അത് നന്മയാണെങ്കിൽ നിങ്ങളുടെ നന്മയുടെ അക്കൗണ്ടിലേക്ക്, തിന്മയാണെങ്കിൽ നിങ്ങളുടെ തിന്മയുടെ അക്കൗണ്ടിലേക്ക് വരവ് വെക്കപ്പെടും എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓതിത്തരികയാണ്. അതുകൊണ്ട് ഒരു അറിവെങ്കിലും മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാൻ പ്രവാചകന്റെ ഒരു വചനത്തിൽ നമുക്ക് കാണാം, ബല്ലിഹു അന്നി വലൗ ആയ, ഒരായത്തെങ്കിലും നിങ്ങൾ എന്നിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. കൊടുത്തിട്ടുണ്ടോ? ഹജ്ജത്തുൽ വിദാഇ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനെ സാക്ഷി നിർത്തി പറഞ്ഞ ഒറ്റ വാചകം, ഫൽയുബല്ലിഗു ഷാഹിദുൽ ഗായിബ, ഇവർ ഹാജറുള്ളവർ ഹാജറില്ലാത്തവർക്ക് ഈ സന്ദേശം എത്തിച്ചു കൊടുക്കണം എന്ന് പറയുമ്പോൾ ചരിത്രത്തിൽ കാണാം. സ്വഹാബത്തിന്റെ വാഹനം ഏത് ദിശയിലേക്കാണോ തിരിഞ്ഞു നിന്നത് അതേ ദിശയിലേക്ക് ഇൽമു പകർന്നു കൊടുക്കാൻ, വിദ്യാഭ്യാസം കൈമാറാനായി അവരവരുടെ വാഹനത്തിൽ യാത്ര ചെയ്തു എന്നത് ചരിത്രമാണ് സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇങ്ങനെ ഇൽമിനെ നമ്മൾ പകർന്നു കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇൽമിനെ കുറിച്ച് പറയുമ്പോൾ പ്രധാനമായും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇൽമ് പ്രധാനമായും രണ്ട് വിധമാണ്. ഒന്ന് ഇൽമു നാഫിഅ, മറ്റൊന്ന് ഇൽമു ഗൈറു നാഫിഅ. ഇൽമു നാഫിഅ എന്ന് പറഞ്ഞാൽ ഉപകാരപ്രദമായ ഇൽമ്. ഇൽമു ഗൈറു നാഫിഅ എന്ന് പറഞ്ഞാൽ ഉപകാരമില്ലാത്ത വിജ്ഞാനം. നാം വിജ്ഞാനം കരസ്ഥമാക്കിയാൽ ആ വിജ്ഞാനം നമുക്ക് ഉപകാരപ്പെടണം. എനിക്കുള്ള അറിവ് ഞാൻ എനിക്ക് ഉപകാരപ്പെടുന്ന രൂപത്തിൽ അത് വിനിയോഗിക്കണം. എനിക്ക് ഇൽമുണ്ടെങ്കിൽ അതിന്റെ ഭാര്യയ്ക്ക് ഉപകരിക്കണം, എന്റെ മക്കൾക്ക് ഉപകരിക്കണം, എന്റെ കുടുംബത്തിന് ഉപകരിക്കണം, എന്റെ മഹല്ലിന് ഉപകരിക്കണം, എന്റെ രാഷ്ട്രത്തിന് ഉപകരിക്കണം. അതല്ലാതെ അറിവുണ്ടായിട്ട് ആ അറിവ് കൊണ്ട് നിനക്കോ നിന്റെ സമൂഹത്തിനോ ഗുണമില്ലെങ്കിൽ ആ അറിവ് കൊണ്ട് നേട്ടമാണ് സഹോദരങ്ങളെ ഉള്ളത്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയിൽ തന്നെ നമുക്ക് കാണാം. അവിടെ എന്താ പ്രാർത്ഥിച്ചത്? അല്ലാഹുമ്മ അല്ലിംനി ബിമാ യൻഫഉനി വയൻഫഉനി ബിമാ അല്ലിംനി. അല്ലാഹുവേ, ഉപകാരപ്രദമായ വിജ്ഞാനം നീ എനിക്ക് പഠിപ്പിച്ചു തരണം. നീ എനിക്ക് പഠിപ്പിച്ചു തന്നതിൽ ഉപകാരം നൽകുകയും ചെയ്യണമേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയാണ്. ഇൽമുണ്ടായാൽ പോരാ, അത് ഉപകരിക്കണം. പ്രവാചകന്റെ മറ്റൊരു പ്രാർത്ഥനയിൽ നമുക്ക് കാണാം. അവിടെ നിന്ന് ചോദിക്കുകയാണ്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ വറിസ്ഖൻ ത്വയ്യിബ വഅമലൻ മുതഖബ്ബല. എത്ര ആളുകൾക്കറിയാം ഈ പ്രാർത്ഥന? ഡെയിലി പ്രവാചകൻ ചൊല്ലിയ പ്രാർത്ഥന. ഡെയിലി പ്രഭാതത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. ചില റിപ്പോർട്ടുകളിൽ കാണാം അത്തഹിയ്യാത്തിൽ അഥവാ തശഹൂദിൽ, നമസ്കാരത്തിൽ അത്തഹിയ്യാത്തിൽ ഇരിക്കുമ്പോൾ സലാം വീട്ടുന്നതിന് മുമ്പായി പ്രവാചകൻ പ്രാർത്ഥിക്കുകയാണ്. എന്താ പ്രാർത്ഥിച്ചത്? അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ. അല്ലാഹുവേ, തീർച്ചയായും ഞാൻ നിന്നോട് ചോദിക്കുകയാണ് ഇൽമൻ നാഫിഅ, നാഫിആയ ഇൽമ എനിക്ക് തരണേ, ഉപകാരപ്രദമായ വിജ്ഞാനം എനിക്ക് നീ പ്രദാനം ചെയ്യണേ. രണ്ടാമത് ചോദിച്ചു റിസ്ഖൻ ത്വയ്യിബ, ത്വയ്യിബായ വിശിഷ്ടമായ റിസ്ഖ്, ഉപജീവനം എനിക്ക് നൽകണേ. മൂന്നാമത് ചോദിച്ചു അമലൻ മുതഖബ്ബല, സ്വീകാര്യയോഗ്യമായ അമൽ എനിക്ക് നൽകണേ. ഈ പ്രാർത്ഥനയെ കുറിച്ച് ഹദീസിനെ കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ പണ്ഡിതന്മാർ വിശദീകരിക്കുന്ന വിശദീകരണം കേട്ടാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ആദ്യം ചോദിച്ചത് ഇൽമാണ്, രണ്ടാമതാണ് റിസ്ഖ് ചോദിച്ചത്. നമ്മൾ എന്താ ചോദിക്കാറുള്ളൂ? നമ്മുടെ മഈശത്തുമായി ബന്ധപ്പെട്ടതല്ലാതെ പടച്ചോനെ എനിക്ക് ഇൽമ നൽകണേ. ഇന്ന് സുബീസ്കരിച്ചിട്ട് പ്രാർത്ഥിച്ച എത്ര ആളുകൾ? ഇന്ന് സുബീസ്കരിച്ചിട്ട് പടച്ചോനെ എനിക്ക് ഇൽമ നൽകണേ നമ്മൾ ആരെങ്കിലും പ്രാർത്ഥിച്ചോ? നമ്മളെല്ലാവരും പ്രാർത്ഥിക്കാനുള്ളത് കിട്ടാനുള്ളത്, കൊടുക്കാനുള്ളത്, വാങ്ങാനുള്ളത്, ഇടപാട്, ഇങ്ങനെ ദുനിയാവുമായി ബന്ധപ്പെട്ട് മാത്രം. അല്ലാതെ റസൂൽ ആദ്യം ഇൽമിനെ ചോദിച്ചു, രണ്ടാമത് ദുനിയാവിനെ ചോദിച്ചു. ശരിക്കും മനസ്സിലാക്കണം. പണ്ഡിതന്മാർ പറയാ ആദ്യം റിസ്ഖിനെ ചോദിക്കാതെ ഇൽമിനെ ചോദിച്ചു. ഇൽമിനെ ചോദിച്ച്
തിന്നേണ്ടതിൽ ഇന്നത്, തിന്നാൻ പാടില്ലാത്തത് ഇന്നത്, ഇന്നതേ കുടിക്കാവൂ, ഇന്നത് കുടിക്കാൻ പാടില്ല. ഈ ഒരു അറിവ് നിനക്കുണ്ടാകണം, എങ്കിലേ നിന്റെ ജീവിതം ആരാകൂ. അപ്പൊ ആദ്യം നമ്മൾ എന്താ ചോദിക്കേണ്ടത്? കടം കൊടുക്കാനുള്ള ആൾ നാളെ രാവിലെ വീട്ടിൽ വരും. അതല്ല, നിങ്ങൾ ആദ്യം ഇൽമിനെ ചോദിക്ക്, എന്നിട്ട് രിസിക്കിനെ ചോദിക്ക്. എന്നിട്ട് പ്രവാചകൻ മൂന്നാമത് ചോദിച്ചു സ്വീകാര്യയോഗ്യമായ അമൽ. നമ്മളൊക്കെ അമൽ ചെയ്യുന്നവരാണല്ലോ, നിസ്കരിക്കുന്നുണ്ട്, പല ഇബാദത്തുകൾ ചെയ്യുന്നുണ്ട്, നോമ്പെടുക്കുന്നുണ്ട്, അതുപോലെ സക്കാത്ത് കൊടുക്കുന്നുണ്ട്, ഹജ്ജ് ഉംറ നിർവഹിക്കുന്നുണ്ട്. ഇതൊക്കെ അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ സ്വീകാര്യയോഗ്യമായ അമൽ പ്രവാചകൻ ചോദിക്കാൻ, ഞാൻ ചെയ്യുന്ന നിസ്കാരവും ഹജ്ജും ഉംറയും ഒക്കെയാണെങ്കിലും അത് എങ്ങനെ ചെയ്യണമെന്ന് ഖുർആൻ ഹദീസ് പഠിപ്പിക്കുന്നുണ്ട്. അതനുസരിച്ച് പ്രവർത്തിക്കണം. അപ്പോൾ എന്ത് വേണം? അമൽ ചെയ്യണമെങ്കിലും നിനക്ക് ഇൽമു വേണം. ഏത് കാര്യത്തിലും ആദ്യമായി വേണ്ടതാണ് ഇൽമാണ്. ഇൽമുണ്ടെങ്കിലേ എല്ലാ കാര്യങ്ങളും നന്നാവുകയുള്ളൂ. ഇങ്ങനെ ഉപകാരപ്രദമായ അറിവ് നൽകണേ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാൻ. അവൻ നാം നേടിയെടുത്ത അറിവ് നമുക്ക് മാത്രമല്ല സമൂഹത്തിന് ആകമാനം ഉപകരിക്കണം. അറിവിന്റെ കൂടെ തിരിച്ചറിവുണ്ടാകണം. ഞാൻ പഠിച്ചു, വിദ്യാഭ്യാസം നേടി, ഞാൻ വിജയിച്ചു, സർട്ടിഫിക്കറ്റ് കിട്ടി, ജോലി കിട്ടി, നല്ല സാലറി കിട്ടി, ഞാൻ അതുകൊണ്ട് ഫുഡ് വാങ്ങി, ഞാനും എന്റെ കുടുംബവും സന്തോഷമായി കഴിച്ചു മുന്നോട്ട് പോകുമ്പോ എന്റെ കയ്യിലുള്ള ഈ ഭക്ഷണം പാവപ്പെട്ടവന്റെ വിശപ്പ് മാറ്റാൻ ഉപകരിക്കുമെന്ന തിരിച്ചറിവ് കൂടി നിനക്കുണ്ടാകണം. എന്റെ സമ്പാദ്യം അത് വേറൊരാൾക്ക് കടം കൊടുത്ത് സഹായിച്ചാൽ നാളെ പരലോകത്ത് കൂലിയുണ്ട് എന്ന തിരിച്ചറിവ് കൂടി നിനക്കുണ്ടാകണം. അതിന്റെ കൃത്യമായ സക്കാത്ത് കൊടുത്തു വിട്ടണം. നീ സമ്പാദിച്ചത് ഹലാലായ മാർഗത്തിലൂടെയായിരിക്കാം. സക്കാത്ത് കൊടുത്തില്ലയോ നിന്റെ സമ്പാദ്യം ഹറാമായി. അതിൽ നിന്ന് സ്വതക്ക ചെയ്ത് നീ പുണ്യം നേടണം, സ്വർഗം നേടണം. പാവപ്പെട്ടവരെ, പ്രയാസപ്പെടുന്നവരെ നീ സഹായിക്കണം. അവനെ തലോടാൻ നിന്റെ സമ്പത്ത് നീ ചെലവഴിക്കണം. അവർക്ക് നീ ഇൽമു പകർന്നു കൊടുക്കണം. ഇങ്ങനെ അറിവും തിരിച്ചറിവും നമുക്കുണ്ടായിരിക്കണം സഹോദരങ്ങളെ. ഇന്ന് ഇൽമു നേടാനുള്ള ഒരുപാട് സൗകര്യങ്ങളുണ്ട്. നമ്മുടെ നാട്ടിൽ സ്കൂളുകൾക്ക്, മദ്രസകൾക്കൊന്നും കോളേജുകൾക്കൊന്നും ഒരു പഞ്ഞവുമില്ല. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ധാരാളമുണ്ട്. കാരണം അത് ഇന്ന് വലിയൊരു ബിസിനസ്സായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. നമ്മൾ പറയുന്ന അറിവ് നേടാനുള്ള സ്ഥാപനങ്ങളും സൗകര്യങ്ങളും വളരെ വളരെ വലുതാണ്, ഒരുപാടുണ്ട് എന്ന് നമ്മൾ പറയുമ്പോൾ അതോടൊപ്പം നമ്മൾ മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്. ഇൽമു വർദ്ധിക്കുന്നതനുസരിച്ച് ഇവിടെ അജ്ഞത കൂടി വർദ്ധിക്കുന്നുണ്ട്. ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ പ്രവാചകൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇന്ന മിൻ അശ്റാത്തിസ് സാഅ, ലോകാവസാനത്തിന്റെ അടയാളങ്ങളിൽ പെട്ടതാണ് അയ്യുർഫഅൽ ഇൽമു വയക്സുറൽ ജഹൽ. ഇൽമു ഉയർത്തപ്പെടുക, ഇൽമു ഉയർത്തപ്പെടുക, അവിവേകം വർദ്ധിക്കുക. നമ്മളെന്താ വിചാരിച്ചത്? ഇവിടെ ഇൽമാണ് കൂടുതൽ, ഇൽമില്ലാത്തവർ കുറവാണെന്നോ? അല്ല, ഇൽമു ഉണ്ടായിട്ടും അവിവേകം കാണിക്കുന്ന ആളുകളാണ് കൂടുതൽ. ഇൽമു ഉയർത്തപ്പെടാന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള വിദ്യാഭ്യാസ സംവിധാനങ്ങൾ, അറിവ് നേടാനുള്ള സംവിധാനങ്ങൾ എല്ലാം ഒറ്റയടിക്ക് അല്ലാഹു ആകാശത്തേക്ക് ഉയർത്തിക്കൊണ്ടുപോകുമെന്നല്ല. നേരെ മറിച്ച് വിവരമുള്ള പണ്ഡിതന്മാരായ ആലിമീങ്ങളായ ആളുകൾ മരണപ്പെടുക, അവരുടെ മരണം മൂലം ഇൽമിന്റെ കുറവ് സംഭവിക്കുക. പിന്നെയോ സമൂഹത്തെ നയിക്കുന്നത് വിവരമില്ലാത്ത ആളുകളായിരിക്കും. ഫോർ എക്സാമ്പിൾ, നമ്മുടെ രാജ്യം തന്നെ വിവരമില്ലാത്ത ആളുകൾ അധികാര തലപ്പത്ത് വരിക. വേറെ ഒരു നാട്ടിലേക്ക് നമ്മൾ നോക്കേണ്ടതില്ല. വിദ്യാഭ്യാസമില്ലാത്തവർ വിദ്യാഭ്യാസ മേഖലകളെ കൈകാര്യം ചെയ്യുക. അധികാരത്തിലിരിക്കുന്ന ആളുകൾക്ക് വിവരമില്ലാതിരിക്കുക. അങ്ങനെ ആളുകൾ വന്ന് ഈ ജാഹിലീകളായ നേതാക്കളുടെ മുന്നിൽ അവരുടെ പ്രശ്നങ്ങൾ പറയുന്നു, തങ്ങളുടെ വിവരക്കേടിനനുസരിച്ച് ഫത്വ കൊടുക്കുന്നു, നാട്ടിലാകെ കുഴപ്പമുണ്ടാകുന്നു. അവർ ഇരിക്കുന്ന ആ രാജകീയ സൗകര്യങ്ങളിൽ ഇരുന്ന് അധികാരത്തിന്റെ ചങ്കു
എവിടെയാണ് പ്രശ്നം? പ്രശ്നം എവിടെയെന്ന് ചോദിച്ചാൽ ഖുർആൻ പറഞ്ഞു, നിങ്ങൾ അറിയേണ്ട ഒരു അറിവുണ്ട്, അത് നിങ്ങൾ അറിയാതെ പോയി. അതാണ് പ്രശ്നം. ഏതാണ് അറിവ്? ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ അറിവ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഏത് പ്രതിസന്ധിയിലും നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുകയുള്ളൂ. അല്ലാഹുവല്ലാതെ ഇലാഹില്ല, അവനല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല, അവനല്ലാതെ നേർച്ച വഴിപാടുകൾ കർഹനായി മറ്റാരുമില്ല. ഇതാണ് ലോകത്ത് കടന്നു വന്ന സകല അമ്പിയാക്കളും ഒന്നാമതായി തങ്ങളുടെ സമൂഹത്തിന് പകർന്നു കൊടുത്ത ഇൽമതായിരുന്നു. ഈ ഇൽമ് നമുക്കില്ലയോ? ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ എനിക്ക് ജീവിതം വേണ്ട എന്ന് തീരുമാനിച്ച് ജീവിതം അടുത്തുപോയി ഒരു കഷണം കയറിയോ ഒരു തുള്ളി വിഷത്തിലോ ജീവിതം അവരെ അവസാനിപ്പിച്ചു കളയും. അതല്ലെങ്കിൽ ഇന്നലെ കണ്ട കാമുകന്റെ കൂടെ കാമുകിയുടെ കൂടെ 10-20 കൊല്ലം വളർത്തി വലുതാക്കിയ മാതാപിതാക്കളെ വിട്ട് ആ കാമുകന്റെ കാമുകിയുടെ കൂടെ അവൻ പോകുന്നെങ്കിൽ ഈ ഒരു ഇൽമ് അവനില്ലാതെ പോയി. ഇന്നലെ വരെ അല്ലാഹ് എന്ന് വിളിച്ച നാവുകൊണ്ട് എന്റെ കാമുകന് വേണ്ടി വേറൊരു ദൈവത്തെ വിളിക്കാനും അവരുടെ മതത്തിലേക്ക് മാറാനും അത് സ്വീകരിക്കാനും അവർ തയ്യാറായതിന്റെ കാരണം അവർക്കില്ലാതെ പോയ അറിവാണ് ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്നെ സൃഷ്ടിച്ചതെന്റെ റബ്ബാണ്. എന്റെ കണ്ണും എന്റെ കാതും എന്റെ ഹൃദയവും എന്റെ ആരോഗ്യവും എന്റെ ആയുസ്സും എന്റെ അറിവും എന്റെ റബ്ബിന് വേണ്ടി വിനിയോഗിക്കണം എന്ന തിരിച്ചറിവില്ലാതെ പോയി. ജീവിതത്തിന്റെ പ്രയാസങ്ങളിൽ അല്ലാഹുവല്ലാത്തവരിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, മഹാന്മാരിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, ജാറങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കാൻ അല്ലാത്തവർക്ക് നേർച്ച അർപ്പിച്ചുകൊണ്ടിരിക്കാൻ. കാരണം എന്താ? അവൻ അറിയേണ്ട അറിവ് അവനില്ലാതെ പോയി. അതാണ് ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് എവിടെ പോയാലും കിട്ടുള്ളൂ? സ്കൂളിൽ പോയാൽ കിട്ടൂല, കോളേജിൽ പോയാൽ കിട്ടൂല. അതിനാണ് നമ്മുടെ മഹല്ലുകളിൽ മദ്രസ. അവിടെ നിന്നാണ് നമ്മുടെ മക്കളെ പഠിക്കുക. ഇവിടെയാണ് മദ്രസ പഠനത്തിന്റെ പ്രാധാന്യം നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത്. എന്റെ മകൻ എന്റെ റബ്ബിനെ കുറിച്ച് പഠിക്കണമെങ്കിൽ, ഇസ്ലാമിനെ കുറിച്ച് പഠിക്കണമെങ്കിൽ, പ്രവാചകന്മാരെ കുറിച്ച് പഠിക്കണമെങ്കിൽ, സ്വഹാബത്തിന്റെ ജീവിതം പഠിക്കണമെങ്കിൽ മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ പത്നിയായ പ്രവാചകന്റെ കരയുടെ കഷ്ടമായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഒരിക്കൽ തന്റെ ഭർത്താവായ അലിയാർ തങ്ങളോട് പറയുകയാണ്, എനിക്കൊരൽപ്പം മധുരം കഴിക്കണം. ഒരാഗ്രഹം പറയുകയാണ്. ഗർഭിണിയായിരിക്കുന്ന അവസ്ഥയിൽ ഒരു ഭാര്യ ഭർത്താവിനോട് ഒരു ആഗ്രഹം പറഞ്ഞു, എനിക്കൊരൽപ്പം മധുരം കഴിക്കണം, കുറച്ച് ഈത്തപ്പഴം കഴിക്കണം. അലി റളിയല്ലാഹു അൻഹു വീട് വിട്ടിറങ്ങി അങ്ങാടിയിൽ ചെന്നു, മാർക്കറ്റിൽ ചെന്നു, പോക്കറ്റിൽ തപ്പി നോക്കി, ഒന്നുമില്ല. അലപ്പട്ട അഴിച്ച് ആ മാർക്കറ്റിൽ വിറ്റു. എന്നിട്ട് അതിന് കിട്ടിയ വില കൊണ്ട് ഈത്തപ്പഴം വാങ്ങി പുതിയമായി തന്റെ ഭാര്യയ്ക്ക് കൊടുക്കാനായി നടന്നു വരുമ്പോ വഴിയിൽ ദരിദ്രനായ ഒരു മനുഷ്യൻ അലി റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കിലേക്ക് വന്നിട്ട് പറയുകയാണ്, ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളോളമായി പട്ടിണിയാണ്, എനിക്ക് എന്തെങ്കിലും തിന്നാൻ തരണം. ആ പൊതിയൊന്ന് കൊടുത്തു. മനസ്സിലുണ്ട് ഒരെണ്ണമെങ്കിലും രണ്ടെണ്ണമെങ്കിലും ഈ മനുഷ്യൻ ബാക്കി വെച്ചിരുന്നെങ്കിൽ എന്റെ ഭാര്യയ്ക്ക് കൊടുക്കാമായിരുന്നുവെന്ന്. ആർത്തിയോടുകൂടി ആ മനുഷ്യൻ അത് മുഴുവനും കഴിച്ചു. വീട്ടിൽ വന്ന് ഫാത്തിമ ബീവിയോട് വിവരം പറഞ്ഞപ്പോ ഫാത്തിമ ബീവി പറഞ്ഞ മറുപടിയുണ്ട്, ഈത്തപ്പഴം കഴിച്ചതിനേക്കാളും മധുരമുണ്ട് എന്റെ നാവിലും മനസ്സിലും ഇപ്പോൾ എന്ന്. ഇതാണ് നാം നേടിയെടുക്കുന്ന അറിവ്. എല്ലാവർക്കും ഉപകരിക്കണമെങ്കിൽ റബ്ബിനെ കുറിച്ചുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അതിനാണ് മദ്രസയിലേക്ക് നമ്മുടെ മക്കളെ നാം പറഞ്ഞു വിട്ടാൽ ദീൻ പഠിക്കുന്ന മക്കൾ, പാപ്പമാരും ഉമ്മമാരും മാതാപിതാക്കളും മരിച്ചാലും മുറിഞ്ഞു പോകാത്ത പ്രതിഫലമാണ് നിന്റെ കബറിൽ. ഏറ്റവും വലിയ സമ്പാദ്യത നിങ്ങൾക്ക് ഏക്കറണക്കിന് വാങ്ങിയിടുന്നതല്ല, വലിയ വലിയ ആളുകൾ ബിൽഡിങ്ങുകൾ പണികഴിപ്പിക്കലല്ല, വലിയ ബിസിനസ് സാമ്രാജ്യം മക്കൾക്ക് വേണ്ടി ഇവിടെ വെച്ചു കൊടുക്കലല്ല. നീ മരിച്ചാൽ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആത്മാർത്ഥമായി നിന്റെ മയ്യത്തിന്റെ മുന്നിൽ വന്ന് ഇമാമ നിൽക്കാൻ കഴിവുള്ള കെൽപ്പുള്ള മക്കളെ ഉണ്ടാക്കിയെടുക്കലാണ്. അവരൊന്ന് നിന്റെ ഖബർ സിയാറത്ത് ചെയ്താൽ, എന്റെ ഉമ്മക്ക് വാപ്പക്ക് പുറത്തു കൊടുക്കണേ എന്ന് പ്രാർത്ഥിച്ചാൽ, സ്വാലിഹായ മക്കൾ ഖുർആൻ ഓതിയാൽ, ദാനം ചെയ്താൽ, എന്ത് അമൽ ചെയ്താലും അത് പഠിപ്പിച്ചു കൊടുത്ത മാതാപിതാക്കളാണോ നിങ്ങൾ? നിങ്ങളുടെ അധ്വാനത്തിന്റെ ഫലമാണ് സ്വാലിഹായ മക്കൾ. അവർ എന്ത് നന്മ ചെയ്താലും പ്രതിഫലത്തിന്റെ ഒരംശം നിങ്ങളുടെ ഖബറിലേക്ക് വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് നമ്മുടെ മദ്രസയിലേക്ക് മക്കളെ പറഞ്ഞു വിടാൻ മാതാപിതാക്കളെ മടി കാണിക്കുന്നത്. രാവിലെ സ്കൂളിൽ പോകണം, എഴുന്നേൽക്കുന്നതിന് മുമ്പേ സ്കൂൾ ബസ് വരും, വന്നു കഴിഞ്ഞാൽ ട്യൂഷനാണ്, ശനി ഞായർ
സ്പെഷ്യൽ ട്യൂഷനാണ്, അവരെ കണക്കിന് മാർക്ക് കുറവാണ്, ഇംഗ്ലീഷിന് പുറകോട്ടാണ്, സ്പെഷ്യൽ ട്യൂഷൻ സാറിനെ വെക്കുകയാണ്. നമ്മുടെ മക്കൾ ഖുർആൻ പഠിക്കുന്നില്ല, പ്രവാചകനെ കുറിച്ച് മനസ്സിലാക്കുന്നില്ല, ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കുന്നില്ല എങ്കിൽ നമ്മുടെ മക്കൾ നാളെ പരലോകത്ത് നമുക്ക് എതിരാകുമെന്നത് നമ്മുടെ കഴിഞ്ഞ 2-3 ഖുതുബകളിൽ നാം ചർച്ച ചെയ്ത വിഷയമാണ്. അത് മറന്നു പോകരുത്. അതുകൊണ്ട് മാതാപിതാക്കളെ, മക്കളെ, നമ്മളെല്ലാവരും ഇൽമിനെ സ്നേഹിക്കുകയും ഇൽമ അന്വേഷിക്കുകയും ചെയ്യുന്നവരായി മാറുക. ഒരാൾ ഇൽമിന് വേണ്ടി, ഇൽമിനെ സ്നേഹിച്ച് ഇൽമ കരസ്ഥമാക്കാൻ വേണ്ടി പുറപ്പെട്ടാൽ തിരിച്ചു വരുന്നത് വരെ അള്ളാഹുവിന്റെ മാർഗത്തിൽ അവൻ സഞ്ചരിക്കുന്നത് സ്വർഗത്തിലേക്കുള്ള വഴി. അവന് ദുനിയാവിൽ അള്ളാഹിനെ കുറിച്ചുള്ള സ്മരണ, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, ഹൃദയത്തിന് ശാന്തിയും സമാധാനവും ലഭിക്കുന്നത് അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവിലൂടെ. യർഫഇല്ലാഹു അല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്, നിങ്ങളിൽ വിശ്വസിച്ചവരും അറിവ് നൽകപ്പെട്ടവരും ഉന്നതമായ പദവികൾ നൽകി അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ അനുഗ്രഹിക്കുന്നതാണ്, അവരെ ആദരിക്കുന്നതാണ്. വീണ്ടും വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഇന്നമാ യഖ്ശല്ലാഹു മിൻ ഇബാദിഹിൽ ഉലമാ, അല്ലാഹുവിന്റെ അടിമകളിൽ അവനെ ഭയപ്പെടുന്നത് അവനെ കുറിച്ച് ഇൽമുള്ള ആളുകളാണ്. മലക്കുകൾ അവർക്ക് വേണ്ടി അനുഗ്രഹം ചൊരിഞ്ഞു കൊടുക്കുകയാണ്. മലക്കുകൾ ഇൽമു പഠിക്കുന്ന ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. മലക്കുകൾ ഇൽമു പഠിക്കുന്ന ആളുകൾക്ക് വേണ്ടി അവരുടെ ചിറകുകൾ വിരിച്ചു കൊടുക്കുകയാണ്. ആകാശ ഭൂമികളിലുള്ളവർ മുഴുവനും ഇൽമു തേടി പോകുന്ന ആളുകൾക്ക് വേണ്ടി പാപമോചനം തേടുന്നതാണ്. വെള്ളത്തിലെ മത്സ്യവും മാളത്തിലെ ഉറുമ്പും വരെ ഇൽമു അന്വേഷിക്കുന്ന ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. അതാണ് ഖുർആന്റെ ചോദ്യം. ഖുൽ, നബിയെ പറയണം, ചോദിക്കണം, ഹൽ യസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ, ഇൽമുള്ളവരും ഇൽമില്ലാത്തവരും തുല്യരാകുമോ? ഒരിക്കലുമില്ല. അതുകൊണ്ട് പ്രാർത്ഥിക്കുക, റബ്ബി സിദ്നി ഇൽമ, എന്റെ റബ്ബേ എനിക്ക് നീ ഇൽമു വർദ്ധിപ്പിച്ചു തരണം. അല്ലാഹുമ്മ അല്ലിംനി ബിമാ യൻഫഉനി വയൻഫഉനി ബിമാ അല്ലിംനി, അല്ലാഹുവേ ഉപകാരപ്രദമായ വിജ്ഞാനം എനിക്ക് നൽകണേ, നൽകിയതിന് ഉപകാരം നൽകണേ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ, നാഫിഅയ ഇൽമ നൽകണേ അല്ലാഹ്. വരിസ്ഖൻ തയ്യിബ, തയ്യിബായ റിസ്ഖ് നൽകണേ അല്ലാഹ്. വഅമലൻ മുതഖബ്ബല, സ്വീകാര്യയോഗ്യമായ അമൽ നൽകണേ. എന്നിങ്ങനെ ഇൽമിനൊക്കെ വേണ്ടിയുള്ള പ്രാർത്ഥനകൾ പഠിക്കുകയും ജീവിതത്തിൽ നിലനിർത്തുകയും ഇൽമു പഠിക്കാനായി ഒരു അല്പസമയം പ്രായവ്യത്യാസമില്ലാതെ നമ്മളെല്ലാവരും കണ്ടെത്തുകയും ചെയ്യുക. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒക്കെയുള്ള മതപഠനത്തിലുള്ള സംവിധാനങ്ങൾ, ചെറിയ കുട്ടികൾക്ക് മദ്രസ, വലിയവർക്ക് വേണ്ടിയുള്ള മറ്റുള്ള ക്ലാസുകളെല്ലാം ഈ പള്ളിയുടെ കീഴിൽ നടന്നു വരുന്നുണ്ട് എന്ന് ഒരിക്കൽ കൂടി നിങ്ങളെ അറിയിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇതിന്റെ കമ്മിറ്റിയുമായി ബന്ധപ്പെടുക. ഇൽമു പഠിക്കുന്ന, ആ പഠിച്ച ഇൽമു ജീവിതത്തിൽ ഉപകാരപ്രദമാകുന്ന രൂപത്തിൽ മാറ്റി തീർക്കുന്ന ഇൽമുള്ളവരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെയും നമ്മുടെ മക്കളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على محمد وعلى آل محمد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. قل اللهم مالك الملك تؤتي الملك من تشاء وتنزع الملك ممن تشاء وتعز من تشاء وتذل من تشاء بيدك الخير إنك على كل شيء قدير. ഒരിക്കൽ കൂടി അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ സൂക്ഷിക്കുന്ന മുത്തഖീകളായി തീരുവാൻ ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. സഹോദരങ്ങളെ, 3-ാം അധ്യായം സൂറത്ത് ആൽ ഇംറാനിന്റെ 26-ാമത്തെ വചനമാണ് നിങ്ങളെ കേൾപ്പിച്ചത്. ഖുൽ, നബിയെ പറയുക, പ്രാർത്ഥിക്കുക, അല്ലാഹുമ്മ, അല്ലാഹുവേ, മാലിക്കൽ മുൽക്ക്, നീയാണ് രാജാധിരാജൻ, ആധിപത്യത്തിന്റെ അധികാരത്തിന്റെ ഉടമസ്ഥൻ നീയാണ്. തുഅത്തിൽ മുൽക മൻ തശാ, നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ അധികാരം നൽകുന്നു, ആധിപത്യം നൽകുന്നു. വതൻസിഉൽ മുൽക മിമ്മൻ തശാ, നീ ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് നീ അധികാരം എടുത്തു കളയുന്നു. വതുഇസ്സു മൻ തശാ, നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ പ്രതാപം നൽകുന്നു. വതുദില്ലു മൻ തശാ, നീ ഉദ്ദേശിക്കുന്നവരെ നീ നിന്ദ്യതയിലാക്കുന്നു. ബിയദിക്കൽ ഖൈർ, സകല ഖൈറും നിന്റെ കരങ്ങളിലാണ്. ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ, തീർച്ചയായും നീ എല്ലാത്തിനും കഴിവുള്ളവനാണ്. ഇതാണ് ആയത്തിന്റെ മാന. ജൂൺ 4-ാം തീയതി നമ്മളെല്ലാവരും ഒരു റിസൾട്ട് കാത്തിരിക്കുകയാണ്. അക്രമികളായ ഭരണാധികാരികളുടെ കയ്യിൽ നിന്നൊരു ഭരണമാറ്റം ആഗ്രഹിക്കാത്ത ഒരു മനുഷ്യ സ്നേഹിയും നമ്മുടെ രാജ്യത്തുണ്ടാവില്ല. ഒരുപക്ഷെ നമുക്ക് അനുകൂലമായ നമ്മുടെ മനസ്സ് ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു റിസൾട്ട് ആകണമെന്ന് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്ന
കൈവിടുന്നുണ്ട്. അധികാരം നൽകുന്നതും എടുത്ത് കളയുന്നതുമെല്ലാം അല്ലാഹുവാണ്. നമ്മൾ പ്രാർത്ഥിക്കുക, പ്രതീക്ഷ കൈവിടാതിരിക്കുക. ഏത് തരത്തിലുള്ള റിസൾട്ടാണെങ്കിലും അള്ളാഹുവിലുള്ള പ്രതീക്ഷ കൈവിടുന്ന നിരാശരായിത്തീരുന്ന ഒരവസ്ഥ ഉണ്ടാകരുത് എന്ന് സാന്ദർഭികമായി നിങ്ങൾ ഉണർത്തുക.